പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ, പ്രത്യേകിച്ച് ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ വചനവും സാക്ഷ്യം എന്ന് പറയുന്ന ഈ പ്രത്യേക പ്രോഗ്രാമിൽ വചനധ്യാനത്തിനായി നമുക്ക് ഈ പ്രഭാതം വേർതിരിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിക്ക് അനുഗ്രഹപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കർത്താവിൽ ബഹുമാന്യനായിരിക്കുന്ന തോമസ് ചെറിയാൻ അവറുകൾ, മറ്റ് കർത്തൃവരയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്ത ദാസന്മാർ, ഈ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് വേർതിരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം കിടന്നുറങ്ങി സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിപ്പാനിടയായി തീർന്നല്ലോ. ഈ പ്രഭാതം നമുക്ക് ലഭ്യമായതിൽ വലിയ സന്തോഷവും ഒപ്പം ദൈവത്തോട് നന്ദിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു ദിവസം മുഴുവൻ ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മുൻപോട്ട് നയിപ്പാൻ, ആ വചനത്തിൻ്റെ ചിന്തകൾ കൈക്കൊള്ളുവാനൊക്കെ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് തുടർന്നുള്ള നിമിഷങ്ങളുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇപ്രകാരമാണ് വായിക്കുന്നത്. മർക്കോസ് 14-ന്റെ 9-ാമത്തെ വാക്യം: സുവിശേഷം ലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ തിരുവചനം നമുക്കെല്ലാവർക്കും തന്നെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ഒരു പ്രവൃത്തി ചെയ്തതിനാൽ ആ പ്രവൃത്തി നിമിത്തം ലോകം മുഴുവൻ ആ പ്രവൃത്തി ചെയ്തയാൾ അറിയപ്പെടുക എന്ന് പറയുന്നത് എത്രയോ പദവി അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയുന്ന ലോകത്തിൽ മനുഷ്യൻ 4 ആൾ തന്നെ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി പല നിലകളുള്ള കാര്യങ്ങൾ ലോകത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ കാണാൻ കഴിയുന്നത്. ആത്മാർത്ഥമായി ചെയ്ത പ്രവൃത്തി നിമിത്തം തന്നെ, അല്ലെങ്കിൽ താൻ ചെയ്തത് ലോകത്തോട് അറിയിക്കുമെന്നുള്ളത് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കല്ല, ഒരു സാധാരണ വ്യക്തി പറഞ്ഞ വാക്കല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് അതേക്കുറിച്ച് ഇവിടെ പറയുന്നത്. ഈ സംഭവം എന്താണെന്നുള്ളത് അതിൻ്റെ പിറകിലുള്ള വാക്യങ്ങളിലേക്ക് നമ്മളൊന്ന് ചെന്ന് പരിശോധിച്ചാൽ നമുക്കതിനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ച് നമുക്കൊന്ന് വായിച്ച് മുൻപോട്ട് പോയാൽ ഇങ്ങനെയാണ് കാണുന്നത്: അവൻ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയിൽ ഒത്തിരി ഇടങ്ങളിൽ യേശു കർത്താവ് സന്ദർശിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ആളുകൾ ഏത് തരക്കാരായാലും ഏത് നിലവാരത്തിൽ ജീവിക്കുന്നവരായാലും അവരോടുകൂടെയൊക്കെ സമയം ചിലവഴിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലരൊക്കെ എല്ലാവരുമായിട്ട് ഇടപെടത്തില്ല. പ്രത്യേകമുള്ള ആളുകളുമായിട്ട് ചിലർ സമയങ്ങൾ ചിലവഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം,
യേശു വന്നിരിക്കുന്ന എവിടെയാണ്? ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ നിന്നാണ്. എന്തിനധികം പറയുന്നു, നാം പോലും ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ പോകുവാൻ മടി കാണിക്കുന്ന സാധ്യതയുള്ള ഒരു സ്ഥലമാണല്ലോ ഈ കുഷ്ഠരോഗികളുടെ വീട്, അല്ലെങ്കിൽ കുഷ്ഠരോഗി എന്നൊക്കെ പറയുന്നത്. എന്നാൽ യേശു കർത്താവ് കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ അവിടെ പോകുക മാത്രമല്ല, നമ്മൾ വായിക്കുന്ന അവിടെ ഒരു വിരുന്നിൽ അല്ലെങ്കിൽ ആ പന്തിയിൽ യേശു കർത്താവ് ഇരിക്കുകയാണ്. കർത്തൃവേലയിൽ സുവിശേഷീകരണത്തിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തിന് മുഖവ്യത്യാസമില്ല. സുവിശേഷീകരണത്തിന് ആരാണോ തൻ്റെ മുൻപിൽ ഇരിക്കുന്നതെന്നുള്ളതിന് പ്രായഭേദമില്ല, മറ്റ് വർഗവർണ്ണ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയായ ശിമോനായിരുന്നിട്ടും ആ വീട്ടിൽ വന്ന് തൻ്റെ പന്തിയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുന്ന വിശുദ്ധന്മാരായ നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ച് കർത്താവ് കാണിച്ചിരിക്കുന്ന മാതൃക നാം അനുകരിക്കേണ്ടവർ. ആ പന്തിയിൽ വന്നിരിക്കുക മാത്രമല്ല, അവരോടുകൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ യേശു തയ്യാറെടുക്കുക. ഈ അവസരത്തിലാണ് ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വരികയും ആ സ്ത്രീയെ സംബന്ധിച്ച് ഇതിനു മുമ്പൊക്കെ പല ആവൃത്തി അവൾ ശ്രമിച്ചിട്ടുണ്ടാകാം. യേശുവിൻ്റെ അടുക്കൽ ഒന്ന് പോകണം, യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കണം. ഒരുപക്ഷെ സാധ്യതകളൊക്കെ തൻ്റെ മുമ്പിൽ വേണ്ടവരെ ലഭിച്ചെന്ന് വന്നിരിക്കത്തില്ല. എന്തായാലും വേണ്ടില്ല, യേശു ബഥാനിയിൽ വന്ന് ശിമോന്റെ ഭവനത്തിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾ കടന്നു വരുന്ന രംഗമാണ് അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് ആ സ്ത്രീ വരുന്നത്? ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലവുമായി ആണ് അവൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറുന്ന ഒരു സന്ദേശമുണ്ട്. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ, കർത്താവിനോട് നമ്മൾ സംസാരിപ്പാൻ കടന്നു വരുമ്പോൾ വിലയേറിയതുമായിട്ട് കടന്നു വരുന്നത് എപ്പോഴും ഉചിതമാണ്. നമ്മുടെ പക്കലുള്ള എന്താണോ ഏറ്റവും വിലയർഹിക്കുന്നത് അതുമായിട്ട് കടന്നു വരണം. ഒരു സാധാരണ വ്യക്തിയുടെ അടുക്കൽ ചെല്ലുന്നത് പോലെ അല്ല നമ്മൾ നമ്മുടെ ആരാധ്യനായിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയവൻ, ആ നിത്യനായിരിക്കുന്ന ദൈവമായ കർത്താവ് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതാരം കൊണ്ടവൻ, ആ മാനുഷിക പരിവേഷത്തിൽ ഒരു ഭവനത്തിലിരിക്കുമ്പോൾ ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ വരുന്നു. നോക്കൂ, വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലവുമായിട്ടാണ് വരുന്നത്. ഈ തൈലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു തൈലം ഉണ്ടാക്കിയെടുക്കുന്നതിന് പിൻപിൽ ഒത്തിരി അധ്വാനമുണ്ട്. ആ തൈലക്കൂട്ടുകൾ അത് സംഘടിപ്പിച്ച് അത് തൈലമാക്കി കൊണ്ടുവരുന്നതിൻ്റെ പിൻപിൽ ഒത്തിരി പ്രക്രിയകളുണ്ട്, പ്രയത്നങ്ങളുണ്ട്. അതിൻ്റെ വിലയെല്ലാം താഴെയുള്ള വാക്കുകൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം, അവൾ ആ തൈലവുമായിട്ട് അവിടെ വന്നിട്ട് അവൾ ചെയ്തൊരു കാര്യം, ആ ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. ആ ഭരണി തുറന്നു എന്നുള്ള ഒരാശയം അവിടെ കാണുന്നില്ല, ഭരണി പൊട്ടിച്ചു. ഒരുപക്ഷെ അത് ഓപ്പൺ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാമെങ്കിലും എന്തായാലും വേണ്ടില്ല, അതിനെ ആക്ഷരികമായിട്ട് തന്നെ ഒന്നെടുത്താൽ, അതായത് ഭരണി ഉടച്ചിട്ട് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി അവൾ എത്രത്തോളം സമർപ്പിതയായിട്ടുണ്ട്, ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി അവൾ എത്രത്തോളം മനസ്സൊരുക്കത്തോടെയാണ് കർത്താവിൻ്റെ മുൻപിൽ വന്നതെന്നുള്ളത് തെളിയും. ഇന്ന് പലരും യേശുവിൻ്റെ അടുക്കൽ വരും, കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരും, എന്നാൽ അവിടെ പക്കലുള്ളത് കർത്താവിന് സമർപ്പിക്കുവാൻ തയ്യാറല്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് കൊടുത്തുകൊണ്ട്, നമ്മിലുള്ള ശ്രേഷ്ഠമേറിയ കാര്യങ്ങളെല്ലാം കർത്താവിന് നൽകിക്കൊണ്ട്
നാം അവിടെ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനിടയായിത്തീരും. ഈ തൈല പാത്രം പൊട്ടിച്ച് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു എന്ന് വായിക്കും. ആ രംഗം തന്നെ ഒന്ന് ഭാവനയിലൊന്ന് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? യേശു ഒരു ഭവനത്തിലിരിക്കുന്നു, മറ്റു പലരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു സ്ത്രീ കടന്നു വന്ന് മറ്റാരോടും ഒന്നും ചോദിക്കാതെ ഒരു ഭരണി ഉടയ്ക്കുന്നു, തൈലം യേശുവിൻ്റെ തലയിൽ ഒഴിക്കുന്നെന്നാണ് വായിക്കുന്നത്. ഒരുപക്ഷെ ആ സ്ത്രീക്ക് ഒത്തിരി കുറ്റങ്ങളും ആരോപണങ്ങളും അവിടെ തന്നെ പുറത്താക്കാനുള്ള കാരണങ്ങൾ അത് ധാരാളമാണ്. ഏത്? യേശുവിൻ്റെ തലയിൽ ആ എണ്ണ ഒഴിച്ചു എന്നുള്ളത്. എന്നാൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അവിടെ ചിലർ, അപ്പോൾ യേശുവിനോട് കൂടെ ചിലർ അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തൈലത്തിൻ്റെ ഈ വെറും ചിലവ് എന്തിന്? ചിലരുടെയൊക്കെ ചിന്ത അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീ ചെയ്ത പ്രവൃത്തിയെ കണ്ടിട്ട് അവർ പറയുകയാണ്, ഈ എന്തിനാ വെറുതെ ഈ തൈലം ചെലവാക്കിയത്? അടുത്ത വാക്യതാണ്, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. ചിലരുടെ കണക്കൂട്ടുകൾ അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ വില അവർ നൊടിനേരം കൊണ്ട് വില കണക്കാക്കുന്നു, അതിൻ്റെ പാഴ്ചില അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുവിന് വേണ്ടി ഇത് ചെയ്തത് നിശ്ചയമായും അത് വിലയില്ലാതായി മാറി എന്നൊരർത്ഥത്തിൽ അവർ സംസാരിക്കുക. അവർ പറയുന്നത് 300-ലധികം വെള്ളിക്കാശിനത് വിറ്റ് എന്ത് ചെയ്യാമായിരുന്നു? വിൽക്കാമായിരുന്നല്ലോ. അപ്പോൾ ആ കുടത്തിലുണ്ടായിരുന്ന, ഭരണിയിലുണ്ടായിരുന്ന എണ്ണയുടെ വില കുറഞ്ഞ പക്ഷം ഒരു 300 വെള്ളിക്കാശിന് വില വരുന്ന എണ്ണയാണ് എന്ന് കാണാൻ കഴിയുന്നു. ഇനി അത്രയും എണ്ണ സംഘടിപ്പിക്കണമെങ്കിൽ ഒത്തിരി അധ്വാനം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി അത് കടയിൽ പോയി വാങ്ങിക്കണമെന്ന് വിചാരിച്ചാലും ഒരു 300 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ വലിയ തുക തന്നെയാണ്. നമുക്കറിയാം, ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ആ കാലഘട്ടങ്ങളിൽ ഒരു സാധാരണ കൂലിക്കാരൻ്റെ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്ന ഒരു വെള്ളിക്കാശാണെങ്കിൽ ഒരു ദിനാർ എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 300 ദിവസത്തെ ഈ സഹോദരിയുടെ അധ്വാന ഫലം അവൾ ഒരുമിച്ച് കൂട്ടിവെച്ച് അവൾ ഒരുപക്ഷെ എണ്ണ വാങ്ങിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആ എണ്ണക്കൂട്ടുകൾ ഉണ്ടാക്കിയതായിരിക്കും. എന്തു തന്നെയായാലും ഇത്ര വിലയേറിയ എണ്ണയാണ് അവൾ കരുതി, അവൾ സൂക്ഷിച്ചു വെച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന നല്ല സന്ദേശമുണ്ട്. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന ഓരോ സിംഗിൾ പൈസയും അത് സൂക്ഷിച്ചു വെച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നുവെങ്കിൽ അത് നിശ്ചയമായും കർത്താവിൻ്റെ കണ്ണിൽ കർത്താവ് അത് വീക്ഷിക്കുമ്പോൾ, ദൈവം അത് ശ്രദ്ധിക്കുമ്പോൾ അത് ഏറ്റവും വിലയേറിയ തന്നെയായിരിക്കും. മറ്റു പലർക്ക് അതൊരു പാഴ്ചിലവാണെന്ന് തോന്നിയാലും, മറ്റു പലരും അതിനെ വിമർശിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ഏറ്റവും പദവിയും ശ്രേഷ്ഠതയും അലങ്കരിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് എന്തിനാണ് ഇതിൻ്റെ വെറും ചിലവ്, പാഴ്ചിലവ് എന്തിനാണ്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിൽക്കരുതോ എന്നുള്ളതായ ചോദ്യം അവിടെ ഉണ്ടായി. എന്നാൽ യേശു ഈ സംഭവം ഇവർ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ യേശു അത് ശ്രദ്ധിച്ചിട്ട്, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? സ്തോത്രം. അപ്പോൾ ആ സ്ത്രീയെ അവർ വിടാതെ പിന്തുടരുകയാണ്. ഒരർത്ഥത്തിലും അവളെ നേരെ മുൻപോട്ട് പോകാൻ സമ്മതിക്കത്തില്ല എന്നൊരു തോന്നൽ യേശുവിൽ ഉണ്ടായിട്ട് ഇങ്ങനെ ചിന്തിച്ചവരോട് യേശു പറയും, അവളെ വിട്ടാരെ. ഇന്നും പലരും അങ്ങനെയാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുന്നവരെ വിടാതെ പിന്തുടർന്ന് അവരെ വിമർശിക്കുന്നു, അവരെ വാക്കാൽ വേദനിപ്പിക്കുന്നു, അവരുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ഇവിടെ പറയുന്നത്, അവളെ വിടുവിൻ. എന്നിട്ട് അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്, അവൾ
എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ലോകത്തിലൊക്കെയും സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും. അപ്പോൾ അവൾ ചെയ്തത് ഒന്നാമത്തെ ഒരു കാര്യം, അത് നല്ല പ്രവൃത്തിയായിട്ട് യേശുവിനെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയരെ, നല്ല പ്രവൃത്തികൾ എന്നുമെന്നും എക്കാലത്ത് ഓർമ്മിക്കപ്പെടും. നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരുടെ പ്രശംസക അറിയിപ്പാനിട വരുത്തും. നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ഇടയിൽ അത് ഘോഷിക്കപ്പെടും. കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ ആവോളം ശ്രേഷ്ഠത അർഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ ഞാനൊരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. അപ്പോൾ യേശു പറയുന്നവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. സ്തോത്രം. ഇത് ചിലർക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്, ചിലർക്ക് അത് വിമർശന വിധേയമായിട്ടുണ്ട്, ചിലർ അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, ചിലർ അതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ കൂടിയിരിക്കുന്നവർ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ആ കാര്യത്തിൽ അവൾ പ്രകടിപ്പിച്ചപ്പോൾ യേശു മാത്രം പറയുകയാണ്, അല്ല, അവൾ ചെയ്തത് എങ്കിൽ നല്ല പ്രവൃത്തിയാണ്. സ്തോത്രം. അപ്പോൾ നല്ല പ്രവൃത്തി എവിടെയും സ്മരിക്കപ്പെടും, നല്ല പ്രവൃത്തി ചെയ്യുന്നവർ എവിടെയും ഓർമ്മിക്കപ്പെടും. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു പറയുന്നു, ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. സ്തോത്രം. അപ്പോൾ യേശു അവരുടെ ചിന്താഗതിയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇത് വെറുതെ പൊട്ടിച്ച് ഇങ്ങനെ തൂങ്ങിക്കളയാതെ ദരിദ്രർക്ക് അത് കൊടുക്കരുതോ, വിറ്റ് അതിന് കാശ് കൊടുക്കുക അല്ലെങ്കിൽ എന്നെ കൊടുക്കരുതോ. സ്തോത്രം. അപ്പോൾ അവിടെയുള്ളവർക്ക് ദരിദ്രരെ കുറിച്ച് ഭയങ്കര കൺസേൺ ആണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ എന്താണ്, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തോത്രം. യേശു പറയുന്ന ദരിദ്രന്മാരെല്ലാവരും നിങ്ങളുടെ അടുക്കൽ എപ്പോഴും ഉണ്ട്. അത് ഏത് സമയത്തും എക്കാലത്തും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ യേശു പറയും, ഞാനോ എപ്പോഴും നിങ്ങളുടെ അടുക്കൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വലിയ സൂചന അതിലൂടെ കർത്താവ് നൽകുന്നുണ്ട്. അല്പ ദിവസം കൊണ്ട് കഴിയുമ്പോൾ യേശു അവരുടെ ഇടയിൽ ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് ആ ബോധ്യമുണ്ടായി കാണുമെന്ന് അറിയത്തില്ല. എന്നാൽ ആരാലും അറിയപ്പെടാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്ന ഒരു സ്ത്രീക്ക് അവളത് അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അവൾ അറിയാതെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് താഴേക്ക് കർത്താവ് തന്നെ അത് വിവരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ എനിക്ക് അവസരം ലഭിക്കുമോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് അവസരം ലഭിക്കുമോ? ഏത്? യേശുവിനെ ഈ തൈലം പൂശുവാനുള്ള സാവകാശം ഇനി ലഭിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ടായിരിക്കാം അവൾ യേശുവിനെ അന്വേഷിച്ചു, ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞു. എവിടെ? ബെഥാനിയിൽ കുഷ്ഠരോഗിയ ശിമോന്റെ വീട്ടിൽ. ആളും തരവൊന്നും അവൾ നോക്കിയില്ല, സാഹചര്യം നോക്കിയില്ല. അവിടെ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട്. ഇതൊന്നും അവളെ ബാധിച്ച ഒരു വിഷയമല്ല. അവളുടെ ഏക ലക്ഷ്യം താൻ നാളുകളായി അധ്വാനിച്ചുണ്ടാക്കിയ, കരുതിയ, വിലയേറിയ സ്വച്ഛജടമാംസ തൈലം ഏതു വിധേനയും യേശുവിനെ ഒന്ന് പൂശണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തെ ദൈവവൈതലെ, നമ്മുടെ ഹൃദയത്തിലെ താല്പര്യങ്ങൾ കർത്താവിന് വേണ്ടി ഇന്നിന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാളുകളായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ ആഗ്രഹങ്ങൾക്ക് ഒരു ദിനം വരും. ആ കൃത്യസമയത്ത് നമ്മളത് ചെയ്താൽ അത് ഏറ്റവും മഹത്വകരമായിരിക്കും എന്നുള്ള പ്രഭാതത്തിൽ മറന്നു പോകരുത്. സ്തോത്രം. അങ്ങനെ ഈ കാര്യങ്ങൾ യേശു പറഞ്ഞ അനന്തരമായിട്ട് രണ്ടാമത് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. എന്താണ് കാണുന്നത്? അവൾ തന്നാൽ ആവത് ചെയ്തു. സ്തോത്രം. അപ്പോൾ ഒന്ന്, അവൾ ചെയ്ത പ്രവൃത്തി എങ്കിൽ നല്ലതെന്ന് വിശേഷിപ്പിച്ച കർത്താവ് അവളുടെ പ്രവൃത്തിയെ കുറിച്ച് രണ്ടാമതായി യേശു പറഞ്ഞ കമന്റ്, അവൾ തന്നാൽ ആവത് ചെയ്തു. എന്താണ് അതിൻ്റെ അർത്ഥം? അവളുടെ കഴിവിൻ്റെ പരമാവധി അവൾ എനിക്ക് വേണ്ടി ചെയ്തു. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ പ്രയത്നത്തെ, അതിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു കർത്താവ്. അത് എങ്ങനെയാണത് അവളത് കരുതിക്കൊണ്ട് വന്നത്, അതിൻ്റെ പിൻപിലെ പ്രയത്നം എത്രത്തോളം വലുതാണെന്ന് മറ്റാർക്കും അവിടെ മനസ്സിലായില്ലെങ്കിലും യേശുവിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും അല്ലെങ്കിൽ ആ പ്രയത്നത്തിൻ്റെ പിൻപിലെ ആ വലിയ ആ കഷ്ടപ്പാട് എത്രത്തോളം വലുതാണെന്ന് യേശുവിനറിയാം.
ഇന്ന് രാവിലെ സമയം അത് നമ്മൾ തിരിച്ചറിയാൻ ഇടവരട്ടെ. സ്തോത്രം. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എത്ര ചെറുതായാലും എത്ര വലുതായാലും അതിൻ്റെ പിൻപിൽ ഒരു വലിയ എഫേർട്ട് നമുക്കുണ്ട്. അത് നല്ലവണ്ണം തിരിച്ചറിയുന്ന കർത്താവാണ്. അതുകൊണ്ട് അവളെക്കുറിച്ച് കർത്താവ് പറയുന്ന അവൾ തന്നാലാവതാണ് ചെയ്തത്. സ്തോത്രം. ഒരുപക്ഷെ അവളെ സംബന്ധിച്ചുള്ള കുടുംബ പശ്ചാത്തലമൊന്നും അവിടെ പറയുന്നില്ല. ഇങ്ങനൊരു എണ്ണ ഉണ്ടാക്കാൻ അവളെ ആരെങ്കിലും സഹായിച്ചോ, അല്ലെങ്കിൽ ആ എണ്ണ വാങ്ങിക്കാൻ ആരെങ്കിലും പൈസ കൊടുത്ത് അവളെ സഹായിച്ചോ ഒന്നും കാണുവാൻ കഴിയുന്നില്ല. അവരുടെ വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട് എന്നറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീ തനിയെ അധ്വാനിച്ച് ഇത്രത്തോളം വിലയുള്ള എണ്ണ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ നന്മ അത് എത്രത്തോളം വലുതാണെന്ന് യേശു മനസ്സിലാക്കിയിട്ട് അവളെപ്പറ്റി പറയുന്ന അവൾ തന്നാൽ ആവത് ചെയ്തു. കർത്താവിന് വേണ്ടി ഇന്ന് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളാൽ കഴിയുന്നതിനപ്പുറത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും. ഈ നാളുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഏതൊക്കെ നിലയിൽ നമുക്ക് പ്രക്ഷോഭിക്കാൻ പറ്റും. ട്രാക്ട് കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു കവലയിൽ ഇറങ്ങി കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനോ, 10 വീടുകളിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയാനോ, അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ കർത്താവിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത് നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയുക. 2 കാര്യങ്ങൾ യേശു അവിടെ ഓർപ്പിച്ചു. അവളുടെ പ്രവൃത്തി. 1, എങ്കിൽ അവൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ മോശമാണെന്ന് തോന്നിയാലും യേശുവിനെ സംബന്ധിച്ച് അത് നല്ല പ്രവൃത്തിയാണ്. 2, അവൾ ചെയ്ത കാര്യം അവളുടെ കഴിവിൻ്റെ അപ്പുറത്ത് തന്നാൽ ആവതാണ് അവൾ ചെയ്തത്. ഇനി 3-ാമത്തെ കാര്യം എന്താണ് അതിനെ സംബന്ധിച്ച് കർത്താവ് പറയുന്നത്? തന്നാൽ അവൾ ചെയ്തു കല്ലറയിൽ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻകൂട്ടി തൈലം പൂശി. 3-ാമത് ആ പ്രവൃത്തിയെക്കുറിച്ച് യേശു പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ശവസംസ്കാരത്തിന് മുമ്പ് ആ ശരീരം തൈലം പൂശുന്നൊരു പതിവ് യഹൂദന്മാരുടെ ശവസംസ്കാര മര്യാദ അല്ലെങ്കിൽ ആ ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ യേശു അത് തന്നെ ഇവിടെ പറയുന്നത്, എൻ്റെ ശവസംസ്കാരത്തിന് മുമ്പ് കൂട്ടി അവൾ എൻ്റെ ദേഹത്ത് തൈലം പൂശിയതാണത്. സ്തോത്രം. അപ്പോൾ യേശു അവിടെ പറയുന്ന ഒരു കാര്യം വ്യക്തമാണ്. ഇനി അധികം ദിനങ്ങൾ മുമ്പോട്ട് തനിക്കില്ല, താൻ മരണപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആസന്നമായി സംഭവിക്കാൻ പോകുന്ന കുരിശുമരണം, അനന്തരമായിരിക്കുന്ന അടക്കം ഇത്യാദി കാര്യങ്ങളെല്ലാം യേശുവിൽ വളരെ അത് സ്മരണ ഉണർത്തുവാനിടയായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് കർത്താവ് പറയുന്നത്, അവൾ എൻ്റെ ദേഹത്തിന് കല്ലറയിലെ അടക്കത്തിന് മുമ്പായിട്ട് എൻ്റെ ദേഹത്തിൽ തൈലം പൂശിയതാണ്. ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ യഹൂദന്റെ മര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. എന്നാൽ ഇവിടെ യേശു ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അത് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചൊരു മഹാഭാഗ്യം അവൾക്ക് ലഭിച്ചു എന്നല്ലേ നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു മരിച്ചിട്ട് ഒരുപക്ഷെ യേശുവിൻ്റെ ദേഹത്ത് തൈലം പൂശുവാനുള്ള സാഹചര്യം അവൾക്ക് ഉണ്ടായെന്ന് വരത്തില്ല. കാരണം അവളെ സംബന്ധിച്ച് വലിയ വിശദീകരണമൊന്നും അവിടെ കാണുന്നില്ല. അവളെ ഏകയാണ്, ഒറ്റയ്ക്കാണ്, മറ്റാരും അവളെ സഹായിപ്പാനില്ല. എന്നാൽ മറ്റാർക്കും ലഭിക്കാത്തൊരു വലിയ ഭാഗ്യകരമായ ഒരവസ്ഥ, യേശുവിനെ തൈലം പൂശുവാൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ആ കൃത്യം നിർവഹിപ്പാനുള്ള ഒരു മഹാഭാഗ്യം ഈ സഹോദരിക്ക് ലഭിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അവളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് അതിനെക്കുറിച്ച് എടുത്തു പറയുകയാണ്, എൻ്റെ ദേഹത്ത് ശവസംസ്കാരത്തിന് മുമ്പ് അവൾ തൈലം പൂശിയതാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ഇവൾ ചെയ്തത് യേശു എടുത്ത് പറയുകയാണ്. 1, അവിടെ ഞാൻ ആവർത്തിക്കട്ടെ, അവൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്. 2, അവൾ ചെയ്തത് തന്നാലാവുന്നതാണ് അവൾ ചെയ്തത്. 3, കല്ലറയിലെ അടക്കത്തിന് മുമ്പായി ദേഹത്ത് തൈലം പൂശിയതാണ്. സ്തോത്രം. ഈ 3 കാര്യത്തെപ്പറ്റി കർത്താവ് പറയുന്നത്, സുവിശേഷം ലോകത്തിൽ ഒക്കെയും പ്രസംഗിച്ചിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ സന്ദേശം കൂടി അവസാനിപ്പിക്കുമ്പോൾ ദൈവവേദലെ കർത്താവിന് വേണ്ടി നാം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അംഗീകരിക്കുന്ന, കർത്താവ് സ്വീകരിക്കുന്ന, കർത്താവ് നല്ലതെന്ന് പറയുന്ന നിലയിലുള്ള കാര്യങ്ങളാണോ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതോ നമ്മുടേതായ ഇഷ്ടത്തിനനുസൃതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇന്നിപ്പോൾ പ്രഭാതത്തിൽ ഓർക്കുന്ന ഒരു കാര്യം, കർത്താവിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, കർത്താവ് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നാം ചെയ്യുവാൻ ഉത്സാഹിച്ചാൽ അത് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമേറിയ കാര്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും വ്യക്തമായി കർത്താവ് അതിനെ മനസ്സിലാക്കുന്നുണ്ട്, അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തായി തീരുവാൻ കഴിയും? ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി, ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള അരുമനാഥൻ്റെ ആ മഹാനിയോഗം നമ്മുടെ മേലുള്ളപ്പോൾ ആ കർത്താവിന് വേണ്ടി എന്തൊക്കെ നമുക്കായി തീരുവാൻ കഴിയും? ചിലത് വിലയേറിയത്, ചിലത് കർത്താവിനായി നഷ്ടപ്പെടുത്തുവാൻ, കർത്താവിന് വേണ്ടി അത് വേർതിരിച്ചിടുവാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ കഴിയുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ആ കേട്ട വചനത്തിന് മുമ്പിൽ ഒന്ന് ധ്യാനിക്കാം നമുക്ക്. ആമേൻ. ഇന്നലകളിൽ ആമേൻ ഞാൻ വിലയേറിയതായി കണ്ടത് പലതും കർത്താവിന് വേണ്ടി എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഞാൻ മാറ്റിവെച്ചു. കർത്താവിന് വേണ്ടി പലപ്പോഴും വിലയില്ലാത്ത, വില കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു മനോഭാവം ഇന്ന് പകൽ ഈ വചന കേൾവിയിലൂടെ മാറി ഏറ്റവും വിലയേറിയത് കർത്താവിന് വേണ്ടി കൊടുക്കാൻ. ആമേൻ. സ്തോത്ര പ്രിയരെ, ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി ഏറ്റവും വിലയേറിയത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മെ തന്നെ കർത്താവിന് കൊടുക്കുവാൻ, നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ, അടിയനിതാ, അടിയനെ അയക്കണമേ. സ്തോത്രം. മറ്റേ ആരെയുമല്ല, എന്നെ തന്നെ ആമേൻ നിന്റെ മുമ്പിൽ തരികയാണ്, അടിയനെ അയക്കണമേ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, ദൈവികമായിരിക്കുന്ന വചനത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി നമ്മെ തന്നെ ദിവസങ്ങളിൽ നിന്ന് വേർതിരിപ്പാൻ, നമ്മൾ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളുകളിൽ നമ്മെ ഓർമ്മിക്കുന്ന, നമ്മുടെ പ്രവൃത്തിയെ മറ്റുള്ളവർ ഉയർത്തി പ്രസംഗിക്കുന്ന, ആമേൻ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർ ആമേൻ സ്തോത്രം എടുത്ത് ഘോഷിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് നമ്മുടേതായിരിക്കുന്ന ശുശ്രൂഷ മേഖലകൾ മാറുവാൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വേറെ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവിടുത്തെ ആത്മാവ് വചനത്തിലൂടെ ഞങ്ങൾ സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ഞങ്ങളാൽ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. ആമേൻ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ആമേൻ കർത്താവിന് വേണ്ടി എത്രയോ ശ്രേഷ്ഠമുള്ള കാര്യങ്ങളോട് അതെല്ലാം ചെയ്ത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളാൽ ആവോളം അധ്വാനിപ്പ സ്വർഗ്ഗ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരുടെ ഉള്ളത്തിൽ അങ്ങനെ ഒരു ചിന്ത കർത്താവെ കൊടുത്തതിനായി സ്തോത്രം. തുറന്ന് കർത്താവ് മാനിച്ചാട്ടെ. ഞങ്ങൾക്ക് നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിന് നന്ദി പറയുന്നു. എല്ലാവിധമായിരിക്കും നന്മകളാ ഞങ്ങളെ നിറച്ചാട്ടെ. മാനിക്കണമേ. പ്രാർത്ഥനയാചനം ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ അവസരമൊരുക്കിയ മിനിസ്ട്രിയുടെ എല്ലാ ചുമതലപ്പെട്ടവർക്കും വീണ്ടും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.